രാവിലെ പോയാ പോരെ മോനെ? പോരമ്മേ, നമ്മുടെ ഉരുപ്പടികൾ നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അതും ശരിയാ. രാത്രി ആദ്യം ഉറക്കമൊഴിയാതെ സൂക്ഷിക്കണം. ഇതാര് പ്രദീപണോ? അതേടാ കൊച്ചു പ്രദീപേ. അമ്മ ഇത് മനസ്സിലായി. മോളിലെ എവിടെ കാണട്ടെ? ഇനി ചത്താലും തിരക്കേടില്ല. ഇയാളെ മുഖം ഒന്ന് കാണാൻ സാധിച്ചു. അപ്പൊ ഹൗസിന് ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും പേര് ഒന്നായതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാർ ഇവനെ കൊച്ചു പ്രദീപെന്നും എന്നെ പ്രദീപ് അണ്ണാന്നുമാണ് വിളിക്കാറ്. എന്നാ പ്രദീപണ്ണ നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇവ മേളിലെത്തിയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. റോഷിനി കാത്തിരിക്കുക. മോൻ ആദ്യം മോളിൽ കൊണ്ടു കൊടുക്ക. അവൻ ഇവിടെ തന്നെയല്ലേ താമസം. സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഞാറിഞ്ഞട്ടെ അമ്മ. എടാ ചേപ്പി, നിന്റെ ഈ കൂടുതൽ ഉറക്കൊഴിഞ്ഞുള്ള ബിസിനസ് ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ. ഞാൻ പോട്ടെ. വയ്ക്കോ, ഞാനും പോട്ടെ അമ്മേ. അപ്പൊ നാളെ കാണാം. അയ്യോ, അപ്പൊ ഞാനിവിടെ കിടക്കും. പോവൂ. റോഷ്നി, ഇത്ര പെട്ടെന്ന് എത്തിയോ? വേഗം പോയി കുളിച്ചിട്ട് വാ. അരമണിക്കൂറിൽ ഞാൻ ഭക്ഷണം റെഡിയാക്കാം. ഇനി പാതിരാത്രിക്ക് എന്തൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാം. അതൊക്കെ നമുക്ക് നാളെ ആഘോഷിക്കാം. പൈപ്പ് തുറക്കുന്നവനെ അടയ്ക്കാൻ അറിയാൻ പാടില്ലേ? വയസ്സുകാലത്തൊരേണിക്കളി. തന്നെ നിർത്തിയിട്ടാണ് വേളി മദനോത്സവം താഴെ കൊട്ടും. ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത എന്റെ മരം മണ്ടയ്ക്ക് വേണം ഇടിക്കാൻ. ഈ വയസ്സുകാലത്ത് ഞങ്ങൾ താണ്ടാണ്. ഞാൻ ഊളം പറയിക്കൊണ്ട് ആരുമില്ലേ? അഞ്ചു മാസമായി നിന്നെ അന്വേഷിച്ച് നടക്കാം. ഇപ്പോഴല്ലേ പറ്റിയിട്ട്? ശൈലജേ, ശൈലജേ, എന്താ? ആരോട് ചോദിച്ചിട്ടാ തലക്ക് വെച്ചത്? ഞാനാ. ആരോട് ചോദിച്ചിട്ടാ? ചോദിച്ചു കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാണെന്ന്? അലമാരിക്കുള്ളിൽ അഴുക്കായ ഷർട്ട് കണ്ടപ്പോ ഞാൻ എടുത്തോണ്ടുപോയി നനച്ചു. നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എന്റെ അരങ്ങേറ്റത്തിന് മൃതകം വായിച്ചപ്പോ അന്നിട്ടിരുന്ന ഷർട്ടാണിത്. അന്നത്തെ ആ വിയർപ്പിന്റെ മണം പോലും കളയാതെ സൂക്ഷിച്ചു വെക്കണം ജീവിതകാലം മുഴുവൻ എന്നതായിരുന്നു എന്റെ ആഗ്രഹം. ഗാന്ധിജിയുടെ വടി, നെഹ്റുവിന്റെ പേന, എംജിആറിന്റെ കണ്ണട, പാലക്കാട്ട് മഴയുടെ മൃദംഗം, അതുപോലെ സൂക്ഷിച്ചു വെച്ചതാണ് ഷർട്ടും. എന്റെ ആ സ്വപ്നങ്ങൾ മുഴുവൻ കേവലം ഒരു ഘട്ട സോപ്പ് കൊണ്ട് നീ കഴുകിക്കളഞ്ഞല്ലോടി പെണ്ണെ. നീ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയണ്ട. ഇത് പഴയതുപോലെ അഴുക്കാക്കി അതേ വിയർപ്പിന്റെ സുഗന്ധത്തോടെ എവിടെ ഇരുന്നോ അവിടെ കൊണ്ടുവെക്കണം.
ഇല്ലെങ്കിൽ അറിയാം ഞാൻ ആരാണെന്ന്. എന്ത് സുഖമാണെന്ന് എനിക്ക് രാത്രി നടക്കാൻ. അതെ അതെ. ഇതൊരു എക്സർസൈസ് ആടി, പക്ഷെ എനിക്കിതൊരു രോഗമാണ്. നാട്ടിൽ നിന്ന് അപ്പച്ചന്റെ അമ്മച്ചിയുടെ കത്ത് വന്നു, നമ്മുടെ കല്യാണം ഉടനെ നടത്തി തരാമെന്ന്. അപ്പൊ നീ മതവും മാറിയോ? ചുമ്മാതല്ല മുഖം മൂടി വെച്ചത്, ഇതുപോലെ ആരെയോ പറ്റിക്കാനായിരുന്നു. എങ്ങനെ അറിയാം നാട്ടിൽ എവിടെല്ലാം ഭാര്യമാരുണ്ടെന്ന്? അച്ഛായ, അപ്പൊ ഇതുവരെ നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ? അല്ല എന്താ ആലീസേ, അമ്മാവ ഒരബദ്ധം പറ്റിയതാ. സത്യമായിട്ടും റോഷ്നിയുടെ ഭർത്താവ് ഞാനല്ല, ഞാനൊരു നാടകം അഭിനയിച്ചതാ. അമ്മാവന്റെ കള്ളമൊന്നും പറയാൻ നോക്കണ്ട. ആ പാവം പെണ്ണിനോട് ഓവർ ടൈം ഉണ്ട്, വേറെ പണിക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ പണി ഇതായിരുന്നല്ലടാ. അവൾ അറിഞ്ഞാലേ നിന്നെ ചൂലെടുത്തടിക്കും. ഒരു കാര്യം ചെയ്യും, എന്താ? താൻ പോയി പറഞ്ഞോ, ചൂലിട്ട് തനിക്കായിരിക്കും അടി. ഒരു വീക്കിയം തരും. ഇത്രയും കഴിവുള്ള നീ അവളെ പറഞ്ഞു തിരിച്ച് എന്നെ തല്ലു ഒള്ളിക്കും. തല്ലുകൊള്ളേണ്ടത് എന്റെ മോനെ, അങ്ങോട്ട് മാറിയില്ല. എന്റെ മക്കൾ നിന്നെ പോലെ അലവലാകളല്ലടാ. അത് പിന്നെ അവിടെ പ്രവൃത്തി എന്തായാലും അറിയാം. ആവശ്യമുള്ളപ്പോ ചോദിക്കാം, അപ്പൊ തന്നാ മതി. എന്താ 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 ഇത്? മോര്. മോൻ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മോര് കൂട്ടി കഴിക്കില്ല എന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ കൊണ്ട് വെച്ചത്? വേണമെങ്കിൽ കഴിച്ചാ മതി. വേണമെങ്കിൽ കഴിക്കണോ വേണ്ട കഴിക്കണോ ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? എന്നെ ഭരിക്കാനൊന്നും വരണ്ട. എന്താ ചെയ്തത്? ഞാൻ എല്ലാം എന്നെങ്കിലും കാണുന്നു. വേണം തന്നെ ഭർത്താവ് എന്നും വഴക്കാണല്ലോ. എന്റെ വിധി. അല്ലാതെ ഞാൻ എന്ത് പറയാൻ? ഞാൻ ചെയ്യുന്നതിലെല്ലാം ചേട്ടൻ എന്തെങ്കിലും കുറ്റം കാണും. തന്റെ പേരിലും കുറ്റമുണ്ട്. താൻ ഭർത്താവിനോട് പെരുമാറുന്ന രീതി ഒന്ന് മാറ്റി വെക്കൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രോഷിനി. നീ വാ. നടന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് റോഷ്നിയുടെ ഭർത്താവായ പ്രദീപിന്റെ കൂടെ വേറൊരു പെണ്ണിനെ കണ്ടു, അതായത് എന്റെ കൂടെ ആലീസിനെ കണ്ടു എന്ന് റോഷ്നിയുടെ അടുത്ത് നിന്റെ അച്ഛൻ പറയുമ്പോ നിന്റെ കാര്യം ചളവാകുവടാ മോനെ. അതോർക്കുമ്പോഴാ എനിക്കൊരു സമാധാനം. അയ്യോ, എന്താ പ്രതിഭനെ കാണാൻ പോവാ? അച്ഛാ, അത് എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? തെമ്മാരത്തിനെ കാണിച്ച് എല്ലാരെയും പറ്റിച്ചോടെ ജീവിക്കാവുന്നു. അച്ഛാ, അത് സാഹചര്യം. ഒരു പാവം പെണ്ണിനെ കെട്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് കണ്ട പെണ്ണുങ്ങളുടെ റോഡിലൊക്കെ തെന്നി കിടക്കുന്ന ഇവനെയൊക്കെ കക്കൂസ് കരുതുന്ന ചൂലുകൊണ്ട് അടിക്കണം. അപ്പൊ അച്ഛൻ റോഷ്നിയെ കണ്ടില്ലല്ലേ? നീ കൂടെ വട്ടം വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ നീ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണല്ലേ? നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പെണ്ണ് കേൾക്കണ്ട. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോ അച്ഛൻ എന്റെ ഗൗരവം മനസ്സിലാവും. അച്ഛൻ വിചാരിക്കുന്ന മാതിരി പ്രദീപണ്ണ അത്ര ചീത്തയല്ല. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറയണ. അച്ഛൻ പ്രദീപണ്ണന്റെ കൂടെ റോഡിൽ വെച്ച് കണ്ട പെൺകുട്ടി പ്രദീപണ്ണന്റെ മുറപ്പെണ്ണ. അവളൊരു ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ്. കയറി വന്ന 3-4 ആഴ്ച കൂടി അവൾക്ക് ജീവിതമുള്ളൂ എന്ന് ഡോക്ടർമാര് പറയുന്നത്. ഈ ഒരു അവക്കറിയോ? ഇല്ലച്ചാ, അവൾ പ്രദീപണ്ണനെ കെട്ടു എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരിക്കുക. പ്രദീപണ്ണൻ വിവാഹിതനാണെന്നുള്ള സത്യം അവളെ അറിയിക്കാതെ ശേഷിക്കുന്ന അവളുടെ ജീവിതത്തിലെ കുറച്ച് ദിവസങ്ങൾ അവളോട് സ്നേഹമായിട്ട് പെരുമാറാൻ ഡോക്ടർമാരെ ഞാൻ ഉപദേശിച്ചിട്ടാണ് അച്ഛാ പ്രദീപണ്ണൻ എങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്. അച്ഛാ, ഞാൻ പ്രദീപണ്ണെ കൊണ്ട് എങ്ങനെയൊക്കെ ചേച്ചി തെറ്റാണോ? ആണെങ്കിൽ എന്നോട് ക്ഷമിക്കൂ അച്ഛാ, എനിക്ക് മാപ്പ് തരൂ. നീ അച്ഛനേക്കാ വലിയവനാടാ. ഞാനോട് മാപ്പി ചോദിക്കട്ടെ? കേവലം ഒരു സുഹൃത്തിന് വേണ്ടി എന്റെ അച്ഛൻ പോയി മാപ്പി ചോദിക്കേ? വേണ്ടച്ചാ, അച്ഛന് വേണ്ടി മകൻ മാപ്പി ചോദിക്കും. എടാ മോനെ, ദുഃഖിച്ചിരിക്കുന്ന അവനെ പോയി ഈ സമയത്ത് ശല്യപ്പെടുത്തണോ? ഈ സംഭവം നമുക്ക് ഇവിടെ വെച്ചങ്ങ് മറന്നേക്കാം. ഈ കാലിലാണ് ഏണിയുണ്ടല്ലോ. നീ വരെ പറഞ്ഞോ? ഒന്നുമില്ലേ?